ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കുറച്ച് വെളുത്തുള്ളിയും ഒരു ലേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. എല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മളിനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്തും കൂടി കൊടുക്കണേ. ഇടയ്ക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മൊത്തത്തിലൊരു 10 മിനിറ്റ് മതി കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടാനായിട്ട്. ഒരു 3/4 ഭാഗത്തോളം കുക്കായി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇനി ഈ കിഴങ്ങും പൊടികളൊക്കെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ മിക്സായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്തത് കൊണ്ട് കയ്യിലിട്ട് ഇളക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊടിഞ്ഞു പോയി. അപ്പോൾ ചെറിയ രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത് ഞാനിപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതേപോലെ രീതിയിലൊക്കെ നമ്മളൊരു പൊട്ടറ്റോ ഫ്രൈ ഒക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അതവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.